കാട്ടാനക്കലി തീരാതെ തൃശൂർ അതിരപ്പള്ളി വനമേഖല. കഴിഞ്ഞ ദിവസം വെറ്റിലമ്പാറയിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് കാട്ടാന പാഞ്ഞെടുത്തു. വഞ്ചിക്കടവ് ഉന്നതിയിലെ മധുവിന്റെ വീടിന് പരിസരത്താണ് സംഭവം. മധുവിന്റെ മകന്റെ കല്യാണത്തിനെത്തിയ ബന്ധുക്കൾക്ക് മുന്നിലേക്കാണ് ആനയെത്തിയത്. അതിരപ്പള്ളി മേഖലയിലെ കാട്ടാനശല്യം പതിവ് കാഴ്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വൈശ്ശേരി സ്വദേശി മോഹനൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനു ശേഷം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ തുരത്താൻ വനം വകുപ്പിന്റെ സ്പെഷ്യൽ ആരംഭിച്ചിരുന്നെങ്കിലും കൃത്യമായ ഫലം കാണുന്നില്ല. ജനവാസ മേഖലയിൽ നിന്ന് ആനകളെ മറ്റൊരു ജനവാസ മേഖലയിലേക്ക് വനം വകുപ്പ് തുരത്തി ഓടിക്കുകയാണ് എന്നായിരുന്നു പ്രദേശവാസികളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം വഞ്ചിക്കടവ് ഉന്നതിയിലെത്തിയ ആന പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി. ഉന്നതിയിൽ താമസിക്കുന്ന മധുവിന്റെ ബന്ധുക്കൾക്ക് മുന്നിലേക്കാണ് ആന പാഞ്ഞെടുത്തത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത്. മധുവിന്റെ മകന്റെ ബൈക്ക് കാട്ടാന തകർത്തു. വൈദ്യുത വകുപ്പിന്റെ താൽക്കാലിക മീറ്റർ ബോർഡും ആന തകർത്തു. അതിരപ്പള്ളി മേഖലയിൽ ആനകളെ തുരത്താൻ കൃത്യമായ പദ്ധതികൾ നടക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. ജനം, തൃശൂർ.